സാർ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു ആൻസർ എങ്ങനെ നമ്മുടെ ഓഡിയൻസ് എടുക്കുമെന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചിട്ട് സാറിപ്പോൾ 20 വർഷമായി. ഒത്തിരി ആൾക്കാർക്ക് ലോൺ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒത്തിരി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒത്തിരി വിഭാഗങ്ങളിലും അതുപോലെ കമ്മ്യൂണിറ്റിയിലും പെട്ട ആൾക്കാർക്ക് ലോൺ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ചോദിക്കാമെന്ന് വെച്ചാൽ നമ്മൾ പലരുമായിട്ടും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ടേണിംഗ് പോയിന്റ് വന്ന പലരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ലോൺ എടുക്കാറില്ല, ലോൺ ഞങ്ങൾക്ക് ഹറാമാണ്. ആ രീതിയിൽ ഒരു കമ്മ്യൂണിറ്റി ബേസ് ചെയ്ത് ഞാൻ ചോദിക്കുന്നതുമല്ല. അപ്പോൾ അവരങ്ങനെ പറയുന്നത് സാർ എങ്ങനെയാണ് അത് കാണുന്നത്? എൻ്റെ പേഴ്സണൽ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനം ഒരു കൺസൾട്ടൻസി സ്ഥാപനം എന്ന നിലയിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ എൻ്റെ ക്ലയൻസിൻ്റെ ലെവൽ നോക്കുകയാണെങ്കിൽ 70% മുസ്ലിം ക്ലയൻസാണ്. പല പാർട്ണർഷിപ്പുകളായിരിക്കും, ചിലപ്പോൾ ഡയറക്ടർമാരുള്ള കമ്പനികളായിരിക്കും. അതിനകത്ത് തന്നെ ലോൺ എടുക്കാനായിട്ട് അവരുടെ വിശ്വാസപ്രകാരം ലോൺ എടുക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അത് ഒരു ഇസ്ലാമിക് വിശ്വാസപ്രകാരം ലോൺ ഒരു ഹറാം തന്നെയാണ്. നമ്മൾ നല്ലൊരു ബ്യൂട്ടിഫുൾ കൺസെപ്റ്റാണ്. പക്ഷേ ഇവിടെയൊക്കെ അത് എത്രത്തോളം പ്രാവർത്തിക്കാൻ പറ്റുന്നില്ല. അത് അങ്ങനെ ആ ഒരു ഐഡിയോളജിയിൽ വന്നിട്ട് നമ്മൾ ആൾക്കാർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ. അത് അതെ അതെ. ലാഭം വന്നാൽ ലാഭം, നഷ്ടം വന്നാൽ നഷ്ടം കൂടി സഹിക്കുന്ന ഒരു ലെവലിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വരണം. പക്ഷേ എത്രത്തോളം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാത്തത് കൊണ്ടും ചില ഘട്ടങ്ങളിൽ അത് അതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ പിന്നീട് റിലേഷനിൽ തമ്മിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ടുമാണ് പിന്നെ അവർ ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്.